ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പാട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. ഇൻഡക്ഷനിലാണ് ഞാൻ എപ്പോഴും വെള്ളം തിളപ്പിക്കാൻ വെക്കൽ. കാരണം അത് മാത്രമേ അതിൽ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മോശമായി പോവില്ലേ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം തിളപ്പിക്കൽ മാത്രം അതിലാണ്. അതിൽ വേഗം തിളച്ചോളും, വെള്ളം വേഗം തിളച്ചോളും. നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിനെക്കാട്ടി സ്പീഡിലായി തിളച്ചോളും. അതുകൊണ്ട് എപ്പോഴും വെള്ളം തിളപ്പിക്കാൻ ഇൻഡക്ഷൻ മാത്രമാണ് ഉപയോഗിക്കാറ്. പിന്നെ ഇന്ന് വറവിനായിട്ട് ബീട്രൂട്ട് വറവാട്ടോ. ഇന്നല്ല എല്ലാം ലൈറ്റായിട്ടാണ്. ലൈറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ഒന്നും ഹെവി ആയിട്ട് ചെയ്യാൻ സമയമൊന്നുമില്ല, അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് വറവാണ്. ബീട്രൂട്ടൊക്കെ കുനുകുനാ നമ്മളെ ചോപ്പർ വെച്ച് അരിയേണ്ടതാണ്. പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്ക് ചോപ്പർ ഉപയോഗിക്കാണ്ട് നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അരിയാമെന്ന്. അരിയുമ്പോഴത്തേക്ക് ഇത്തിരി വലിയ ക്യൂബ്സ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മളിത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഞാനങ്ങനെ കുറേ സമയം ഇതിനായിട്ട് ചിലവഴിക്കാറില്ല പൊതുവേ, അതുകൊണ്ട് അത് കുക്കറിലാണ്. ഇന്ന് കറിയായിട്ട് ഭയങ്കര ഒരു ഈസി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ തക്കാളി മോരേറി വെച്ചതാണ്. എന്ത് കറിയാക്കുന്നു രാവിലെ ഒരു 5 മിനിറ്റ് അടുക്കളയിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. രാവിലെ എണീറ്റ് പോയിട്ട് തലേന്ന് പൊതുവെ വെക്കുന്നതാണ്, പക്ഷേ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ സമയം പോയി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സാണ് ഉണ്ടായത്. ഓട്സാണ് ആക്കിയത്, എളുപ്പത്തിൽ അങ്ങ് ആക്കുമല്ലോ. പിന്നെ ഓട്സ് ഇത് പണ്ടേ ഉള്ള ഓട്സ് ആട്ടോ. പണ്ടേന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയപാട് ഇതല്ല ശരിക്കും നമ്മൾ ഡയറ്റിനൊന്നും എടുക്കേണ്ട ഓട്സ്, നോർമൽ ഓട്സാണ്. അപ്പം ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് വേഗം അങ്ങ് വെച്ച് തീർക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ പഴമൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടത്. പിന്നെ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലും തൈരും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ ഈ ഇതിലേക്ക് ഒഴിക്കാൻ, നമ്മളെ തക്കാളി മോരറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ചോറ് പിന്നെ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ നായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആട്ടോ ഇടുന്നത്. പച്ചമുളക് ഇടുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി, ഒരു മഞ്ഞ കളർ കിട്ടിക്കോളും ആ മഞ്ഞളുണ്ട്. പക്ഷേ ഇത് പച്ചമുളക് ഞാൻ വാങ്ങാത്തതുകൊണ്ട് ഇതാ നമ്മളെ മുളക് പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അതും ടേസ്റ്റാണ്. പല രീതിയിലും നമുക്ക് കറി വെക്കാമല്ലോ, പല പല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളിയാണ്. അപ്പം ആ കറി അതിവിടെ നിന്ന് സെറ്റായിട്ടുണ്ട്. നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഓറഞ്ച് ആയിട്ടുള്ളൊരു തക്കാളി പുളിങ്കറി വെച്ചതാണ്. അപ്പോൾ കറിയൊക്കെ സെറ്റായി. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം. അപ്പോൾ ഇന്നും നമുക്കുള്ളത് ചോറ്, മുട്ട വറവാണ്. എന്തെങ്കിലും നോണോ അല്ലെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഒരു മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് വറവ്, അതും നമ്മൾ കുക്കറിലായിട്ടുണ്ട്. പിന്നെ കറിയും കൂടെ. അപ്പം നമ്മൾ ടിഫിൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വൈകുന്നേരം ഓഫീസ് കിട്ടും, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരത്തെ എത്തി കേട്ടോ. ഇപ്പം 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇത്തിരി നേരത്തെ എത്തിയതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ടേനു. പക്ഷെ അഗിയായിട്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് കുളിച്ചൊക്കെ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പോയതല്ലേ, ഒരുമാതിരി ചൂടും കൂടി ആയതുകൊണ്ട് ഭയങ്കര ടയർഡ്നെസ്സാണ്. അപ്പം അപ്പോൾ എവിടെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയെ പറയാം കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്ന ഒരു സാധനമാണ് വാങ്ങണമെന്ന്. ഒരു സ്ഥലത്തേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു ഒരു സ്ഥലത്തും കൂടെ നോക്കിയിട്ട് കൺഫേം ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം വഴി എല്ലാ വിശേഷങ്ങളും കാണാം. നമുക്ക് ആദ്യം സംഭവം നോക്കിയിട്ട് അതിന് ശേഷം ചായ വാങ്ങിച്ചെന്നാൽ മതി. അങ്ങനെ ഞാനും അഗേട്ടനും കൂടെ വൈറ്റ് മാർക്കിലാട്ടോ പോകുന്നത്. നമ്മളെ തൈക്കുടത്താണ്, അതായത് ഇവിടുത്തെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ്. കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഒരു ഈവനിങ് വാക്കും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെ പോയ അമ്പലം കേട്ടോ. അവിടെ ഒന്നും കാണുന്നൊന്നുമില്ല, അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 26-ന് എന്തോ തൈപ്പൂയം അവിടെ വരുന്നുണ്ട്. നമ്മൾ ജംഗ്ഷൻ കഴിഞ്ഞു ഇച്ചിരി മുന്നോട്ടും കൂടെ പോകുമ്പോൾ, അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന അങ്ങോട്ടുള്ള സൈഡിലേക്കാട്ടോ നടക്കുന്നത്. സർവീസ് റോഡിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇരുടാവുന്നതിൻ്റെ മുന്നേ എത്താൻ വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും ഇങ്ങനെ സ്പീഡിൽ നടന്നിട്ട് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ടല്ലേ ഇതിലോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട്. നല്ല തിരക്കുണ്ടല്ലേ, പാർക്ക് ചെയ്തിട്ട് കുറെ വണ്ടികൾ. എന്ത് സാധനമാണ്? അഗേട്ടന് കുറച്ച് സാധനം വാങ്ങാണ്ട് പോലും ഇവിടെ. നമുക്ക് ഇതിലൂടെ ജോഗിങ്ങിന് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഏട്ടൻ പോയിക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തോളാം. എത്ര മണിക്ക് എണീക്കും ആലോചിക്കട്ടെ ആദ്യം. അത് ശരിക്കും ഒന്നും വേണ്ട.
അപ്പോൾ നമ്മളിതാ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് നമ്മൾ വൈറ്റ് മാർട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ആ മുന്നോട്ടുണ്ട്. നമ്മൾ ഈ ലെഫ്റ്റിൽ ഒരു കടയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആ ഡൗട്ട് അടിച്ച് അതാണോ, പക്ഷെ വൈറ്റ് മാർട്ട് എന്ന് പേര് എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഇച്ചിരിയും കൂടെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് അത് ആ വൈറ്റ് മാർട്ട് എന്ന് ഇങ്ങനെ വെള്ള അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കടയാണ്, വലിയ കട എന്നൊന്നും പറയാനില്ല. പക്ഷേ ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, TV ഉണ്ട്, നമ്മളെ മിക്സി ഉണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യത്തിന് എല്ലാം അത് അവിടെയുണ്ട്. AC എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. കുഞ്ഞൊരു കടയാണ്. ഇത് അൺയൂസ്ഡ് സാധനങ്ങളാണ് കേട്ടോ, എല്ലാം പുതിയ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എല്ലാം ചോദിച്ചറിഞ്ഞ് അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി. ഒരു കടയുണ്ടായിരുന്നു, അവിടെ ജംസ് മിഠായി വാങ്ങിച്ച്. കുറേ നാളായി ഈ ജംസ് മിഠായിയൊക്കെ വാങ്ങിയിട്ട്. നിച്ചുവിന് മാത്രം ഇങ്ങനെ വാങ്ങിക്കൊടുക്കൽ മാത്രമേ ഉള്ളൂ, നമ്മളങ്ങനെ വാങ്ങിച്ച് കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് പിന്നെ അങ്ങനെ നേരെ ഹൈവേയിലോട്ട് തന്നെ ആയിരുന്നു. വരുമ്പോൾ നമ്മൾ ഷോർട്ട് കട്ടിലോട്ട് കേട്ടോ വന്നത്. പോകുമ്പോൾ നമ്മൾ വെച്ചു നമ്മൾ ജംഗ്ഷൻ വഴി തന്നെ ഹൈവേയിലോട്ട് തന്നെ പോവാന്ന്. അതാ വലിയ ഓവർ ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ട്. മെട്രോ മുകളിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ജംഗ്ഷനിൽ കാണാം കേട്ടോ. ജംഗ്ഷൻ വലിയൊരു ജംഗ്ഷനാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അങ്ങ് നമ്മൾ ബസ്സൊക്കെ കാണും. നമ്മൾ ചിപ്പ് ഓടി എത്തുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. അങ്ങനെ മുന്നോട്ട് നടന്നു നമ്മൾ പച്ചക്കറി കടയെത്തി. അവിടെ 2-3 സാധനം വാങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേവറേറ്റ് കട എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇടക്ക് ഇത് കുറേ നാളായി ഇപ്പോൾ കടിയൊക്കെ കഴിച്ചിട്ട്. അപ്പം കുറേ നാൾക്ക് ശേഷം പിന്നെയും കുറച്ച് കടി വാങ്ങിയിട്ടുണ്ട്. സമൂസയും ബജ്ജിയും. ബജ്ജി അടിപൊളിയാണ്. പ്രത്യേകിച്ച് മുട്ട ബജ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ ഇതാണ് മുട്ട ബജ്ജി. പകുതി മുട്ട കേട്ടോ, ഒരു മുട്ട മുഴുവനായിട്ടുള്ള പകുതി മുട്ടയാണ്. ഇവിടെ ബജ്ജീസൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. എറണാകുളത്തെ മുക്കിലും മൂലയിലും കടകളിൽ ഫുൾ ബജ്ജീസ് ആയിരിക്കും. അത് കഴിച്ച് ഞാൻ എഡിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളെ ഇത് വാങ്ങിയിട്ട്, കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും വാങ്ങുന്നത്. അപ്പം ഇതിനൊക്കെ ചെറിയ ചെറിയ പൈസ കിട്ടും കേട്ടോ. കാണുമ്പോൾ ചെറുതാണ്, 7 രൂപ അങ്ങനെ. നമ്മൾ ഇത്രയും സാധനം വാങ്ങിയിട്ട് 60 രൂപയോ 80 രൂപയോ അങ്ങാണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു സാധനമാണ്, പക്ഷേ നല്ല ടേസ്റ്റാണെല്ലാം. പിന്നെ നമ്മളൊരു ബൂസ്റ്റും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു പാല് വാങ്ങിച്ചിട്ട്. അപ്പം അടിപൊളിയായി. നമ്മൾ കടീൻ്റെ കൂടെ ബൂസ്റ്റ്. ചായയും നമ്മൾ കാപ്പിയെല്ലാം ഇപ്പോൾ അധികം കുടിക്കാറൊന്നുമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ബൂസ്റ്റിലേക്ക് അങ്ങ് കിടന്നത്. അതും ബൂസ്റ്റ് എപ്പോഴും ഒന്നുമില്ല കേട്ടോ. 5 രൂപേൻ്റെ ഒരു പാക്കറ്റില്ലേ, അത് വാങ്ങിയിട്ടാണ് ഇപ്പം ബൂസ്റ്റും ഹോർലിക്സും എല്ലാം അങ്ങനെ വാങ്ങിയിട്ടാണ് വെക്കാറ്. അതും അധികം കഴിക്കാറൊന്നുമില്ല. അപ്പം എല്ലാം 2-2 കുഞ്ഞു കുഞ്ഞു കടീസ് 2-2 വീതമാണ് വാങ്ങിയത്. എനിക്ക് അഗേട്ടനും എനിക്ക് സമൂസ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അഗേട്ടൻ്റെ വീട്ടിൽ ചെന്ന ശേഷം ഈ സമൂസേനോട് ഭയങ്കര എന്തോ ഇഷ്ടം തോന്നി. ഇപ്പോൾ ഇവിടെ എപ്പോഴും സമൂസയാണ് വാങ്ങാറ്. അത് കഴിച്ച് സമൂസേനോട് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. എവിടെ സമൂസ കണ്ടാലും ഞാനങ്ങ് വാങ്ങിക്കഴിക്കും. പക്ഷെ ചില സമൂസ എല്ലാം ഒരുമാതിരിയാണ്. പക്ഷേ ഈ സമൂസയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി സമൂസയായിരുന്നു. അപ്പം നമ്മുടെ ചായയുടെയും ഡിന്നറും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ 2 ദിവസമായി ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലും എല്ലാം നമ്മൾ റിപ്പബ്ലിക് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ചുമ്മാ ഒന്ന് കയറി നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് സാധനമൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങാമെന്ന്. കാരണം കിട്ടിയ ചാൻസിന് ഇപ്പം വാങ്ങിക്കില്ലെങ്കിൽ പിന്നെ വാങ്ങാൻ പറ്റൂലായിരുന്നു. കുറേ നാളായി ഇവിടെ വന്ന മുതലേ ഇങ്ങനെ കുറേ സാധനത്തിന് വേണ്ടി ഇങ്ങനെ സെർച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നാണ് സെറ്റായത്. അപ്പം നമ്മുടെ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ട ഒരു സാധനം തന്നെയാണ് ഇന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സാധനം കേട്ടോ വാങ്ങിയത്. പെട്ടി നിറച്ച് സാധനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടി നിറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ഇത് പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത്തൊക്കെ ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ വലിയൊരു ബോക്സിൽ ഒരു കോമൺ മൂടി കേട്ടോ വരുന്നത്. ഒരു സ്റ്റീലിൻ്റെ ഒരു കോമൺ മൂടി. നല്ലയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റി തന്നെ. ഇതൊക്കെ നല്ല തന്നെ, ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഈ സാധനം സ്ക്രൂ ഒക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. സ്ക്രൂ ഇപ്പുറത്ത് കാണുന്നില്ല കേട്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സാധനം അതേ കോമൺ സാധനം കാണിക്കാം. ഇതൊരു കോമൺ ഒരു സ്പൂണാണ് ഇത്. ഞാൻ ഇങ്ങനത്തെ സ്പൂൺ നമ്മുടെ TV-യിലല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ ഇതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല. കറിയെല്ലാം ഇങ്ങനെ കോരി ഒരാൾക്ക് ഒരു തവി തന്നെ കൊടുക്കാം, അങ്ങനത്തെ ഒരു സ്പൂണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ കുറേ ഇങ്ങനെ ഞാൻ സ്പൂൺ ഇത് വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഓരോ ആളെ ലക്ക് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. ചിലവർക്ക് തവ സ്പൂണില്ലേ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്, ചിലവർക്ക് വേറെ ടൈപ്പ് ഓഫ് സ്പൂൺ കിട്ടിയിട്ടുണ്ട്, അരിപ്പക്കയിലേക്ക് പോലത്തത്. എനിക്ക് ഇതുപോലത്തെ ഇങ്ങനെ കുഴിയുള്ള സ്പൂണാണ് കിട്ടിയത്. ഒരാൾക്ക് ഒരു തവി
ഒഴിച്ചു കൊടുക്കുക. തവി പണ്ടത്തെ ചിരട്ട കൈലിയെല്ലാം പോലത്തെ ഒരു കൈലി. പണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും ചിരട്ട കൈലിയെല്ലാം ഉപയോഗിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു ചിരട്ട കൈലി. ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മളെ തവിയെല്ലാം കുഞ്ഞു കുഞ്ഞു പുതിയ സ്റ്റൈലിഷ് ആയിട്ട് കോക്കനട്ട് ഷെല്ലിന് കുറെ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന് കുഞ്ഞു കുഞ്ഞു തവി ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാര്. അപ്പം നമുക്കിപ്പോ നോൺ സ്റ്റിക് തവിയാട്ടോ. ഇങ്ങനെ ഒരു തവിയെല്ലാം ഇങ്ങനെ കോരിയെടുത്ത്, പക്ഷെ ഇത് എന്താ വലിയ തവിയായി പോയി. നമ്മള് ചോറെല്ലാം ഇട്ട് വലിയ പാത്രത്തിൽ ഇട്ട് ഇളക്കാൻ പറ്റിയ തവിയായിരിക്കും. വലിയ സ്ട്രോങ് ഒന്നുമില്ല, അതുകൊണ്ട് എന്താ നമ്മള് മീൻസ് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമൊന്നും ഇതിൽ ഇളക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള എന്തെങ്കിലും മാത്രമേ ഇതിനെ കൊണ്ട് ഇളക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്ന് ബലം പിടിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ ബലം പിടിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇത് ക്യൂട്ടായിട്ടുണ്ട്, നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഇത് നമ്മൾ കടുക് വറുക്കുന്ന സാധനം കേട്ടോ. ഇതാ ഇത് കടുക് വറുക്കുന്ന സാധനത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഇതെന്തിനാന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ കടുക് വറുക്കുന്ന സാധനം ഒരു പ്രതലത്തിൽ ഈ ചിലതിൽ ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പക്ഷെ നമ്മളിപ്പോൾ ഏതെങ്കിലും പ്രതലത്തിൽ വെച്ചാലും ഇതിങ്ങനെ നിൽക്കണം എന്നില്ല. ഇതിൻ്റെ വെയിറ്റ് കൊണ്ടാലും ചില സമയത്ത് ഇതിങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം എന്നില്ല. ഇതിങ്ങനെ പൊന്തിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു നോൺ സ്റ്റിക്ക് അലൂമിനിയത്തിൻ്റെ നോൺ സ്റ്റിക്കാണ്. അപ്പം ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. അപ്പം ഇതിങ്ങനെ പ്രതലത്തിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിയത്ത് ഈ സാധനം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ കടുക് വറുക്കേണ്ടത് അടിപൊളി വെച്ചിട്ടുണ്ട്. അതൊന്ന് കടുക് വറുക്കാൻ നമുക്ക് ഒരു പാത്രം ഉണ്ടായിട്ടില്ല. ഞാൻ കുഞ്ഞു ചീനച്ചട്ടിയെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഇപ്പൊ കോമ്പോല കിട്ടിയോണ്ട് സമാധാനമായി. ഇനി അടുത്ത പാത്രം ഒരു കുഞ്ഞു സോസ് പാൻ ആണല്ലോ. പ്രീജിയൻ ആട്ടോ ബ്രാൻഡൊക്കെ പറയാൻ വിട്ടുപോയി. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എന്ന് ചായയോ അല്ലെങ്കിൽ കുറുക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നോട്ട്സൊക്കെ ആക്കിയില്ലേ, നമുക്ക് രണ്ടാൾക്ക്, നമ്മളിവിടെ രണ്ടാളല്ലേ ഉള്ളൂ, രണ്ടാൾക്ക് വേണ്ട ഒരു ഏകദേശം ഒരു ടൈപ്പിലെ പാത്രം കേട്ടോ ഞാൻ വാങ്ങിയത്. കാരണം ഇത് വലിയ പാത്രമൊന്നുമല്ല. രണ്ടാക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലാക്കോ യൂസ് ചെയ്യാം. പിന്നെന്താ ഇപ്പൊ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ വെക്കൂലേ നമ്മൾ വീട്ടിലെ, അങ്ങനെയുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാൾ വെക്കുന്നിടത്ത് ഇതൊരു മസ്റ്റായി പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ പറയും കേട്ടോ. കാരണം നല്ല ലാഭമാണ്, എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ ഓരോ പൈസ ഇതൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ എത്ര പൈസ എനിക്ക് പുറത്ത് അറിയില്ല സത്യം പറഞ്ഞാല്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങുമ്പോൾ നല്ല പൈസ ഉണ്ടാവും. 1000 രൂപക്ക് എനക്കും ഒന്നുമില്ല ഇത്രയും കിട്ടുന്നത്. എനിക്കിത് ഓഫറിൽ ഇപ്പം റിപ്പബ്ലിക് ഓഫർ സെയിൽ നടന്നപ്പം കിട്ടിയതാണ്. ഇപ്പം ഒരു 300 രൂപ എങ്ങാണ്ട് കൂടിയിട്ടുണ്ട് തോന്നുന്നു. ഇനി എത്രയാണ് എമൗണ്ട് എന്ന് നമുക്കറിയില്ല. ഞാൻ എന്തായിട്ടും ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ പിന്നെ ലിങ്ക് വേണമെന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ അയച്ചുതരാം കേട്ടോ എന്തായിട്ടും. അപ്പം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ഇത് നമ്മൾ ഓട്സ് ആക്കാൻ പെർഫെക്റ്റ് ആണ്. രണ്ടാൾക്ക് ഓട്സ് ആക്കാനോ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനോ ഇത് പെർഫെക്റ്റ് കേട്ടോ. ഈ ഒരു കുഞ്ഞിത് നല്ല അടിപൊളി. അതെല്ലാം നല്ല ബലമുണ്ട് കേട്ടോ. ഇത് സ്ക്രൂ ഒക്കെ ഉണ്ട് ഉള്ളിൽ, നല്ല ബലമുണ്ട് ഇതെല്ലാം. ഇതെങ്ങനെ വെച്ചാലും ഒന്നും ആയിപ്പോയില്ല. നമ്മളിത് ഇൻഡക്ഷൻ ബേസ്ഡും കൂടിയാണ്. ഇതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്. ഇതാ ഇൻഡക്ഷൻ ബേസ്ഡ് കൂട്ടുണ്ട് ഇവിടെ ഉണ്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കിത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻഡക്ഷൻ ബേസ്ഡ് വേണം. ഇനി അടുത്ത സാധനം ഇങ്ങനെ ഒരു സാധനമാണ്. ഇത് നമ്മുടെ കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്, കറിയോ വറവോ എന്ത് വേണമെങ്കിലും ആക്കാം. ആക്കാൻ പറ്റിയ വേറൊരു പാത്രം. ഇതും എല്ലാം ഇൻഡക്ഷൻ ബേസ്ഡ് തന്നെയാണ്. ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് കൂട്ടാണ്. ഈ ബാക്കിൽ നമുക്ക് അങ്ങോട്ട് ഇൻഡക്ഷനിലും വെക്കാം. ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്കിവിടെ ഈ ഗ്യാസ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് എത്ര മാസം ഇത് ഹോൾഡ് ചെയ്യുന്ന അറിയില്ല. ആദ്യത്തെ ഗ്യാസ് ഉപയോഗിച്ചപ്പോൾ ഏകദേശം ഒരു 4 മാസം ഞാൻ ഉപയോഗിച്ചു ഈ ഒരു ഗ്യാസ്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇത് എപ്പോൾ തീർന്നു പോകുന്നത്. നമുക്ക് അറിയില്ലല്ലോ, 2 പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ മാസം കുക്ക് ചെയ്തെടുന്നുമില്ല. താഴ്ന്ന് അങ്ങോട്ട് തീർന്നതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാം. പക്ഷെ ഇത് പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് രാവിലെ ഒക്കെ തീരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇൻഡക്ഷനാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഞാനിപ്പോൾ മിക്ക പാത്രങ്ങളും വാങ്ങുമ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡ് നോക്കിയിട്ടാണ് വാങ്ങാറ്. അപ്പം ഇത് ഓഫറിൽ കിട്ടിയത് അറിയാലും ലക്ക് കൊണ്ട് ഇൻഡക്ഷൻ ബേസ്ഡ് ആയതാട്ടോ. ഞാൻ വിചാരിച്ചില്ല ഓഫറിൽ ഇത്രയും ഇൻഡക്ഷൻ ബേസ്ഡ് ഉണ്ടാവുമെന്ന്. അപ്പം ഇതും നമ്മളെ ഒരു പാത്രം, കറിപ്പാത്രമായിട്ടും എല്ലാം അടിപൊളി. വറവിന് എല്ലാം. പിന്നെ ഇതിൽ വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അറിയില്ല, വെള്ളയപ്പച്ചട്ടി ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. തൽക്കാലം ഇതിലൊന്ന് നമുക്കൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ വെള്ളയപ്പം ആക്കാൻ പറ്റുമോ എന്ന്. അപ്പം ഇതൊരു പാത്രം. ഇനി അടുത്തത് ഇതാ ഒരു പാൻ. നമ്മളടുത്ത് ഇതിൻ്റെ വലിയതുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളത്തെ സ്റ്റിക്കറെല്ലാം ഇപ്പം പറിച്ച് കളയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വലുതുണ്ട്. നമ്മളടുത്ത് ഇതിൻ്റെ വലുതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താ, ഇനി ആ വലുതെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അധികം അത് ഓൾറെഡി ഭയങ്കര വലുതാണ്. ഇതാവുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ചെറിയ ദോശയും എല്ലാം ആക്കാം. വറവനെല്ലാം പറ്റിയ നല്ല അടിപൊളി പാത്രം. ഇതാ ഇത് ചെറിയൊരു കുഴിയുള്ളൂ കേട്ടോ. ഇത്രയൊരു ചെറിയൊരു കുഴി മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളി. ലാസ്റ്റ് പാത്രം കേട്ടോ. ലാസ്റ്റ് പാത്രം നമ്മൾ ദോശക്കല്ല്. ഇതാ ഇൻഡക്ഷൻ ബേസ്ഡ് ദോശക്കല്ല്. ഇവിടെ വന്ന ശേഷം എനിക്ക് മറ്റേ പാനിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ പാനില്ലേ, അത് നല്ല പാടാണ് ദോശയാക്കാൻ വേണ്ടിയിട്ട്. കാണുന്ന പോലെയല്ല ദോശ. അത് കുറച്ച് ഇത്തിരി ഇതുപോലെ ഇങ്ങനെ കുഴിയുള്ള പാത്രങ്ങളായതുകൊണ്ട് നമ്മൾ ഇതിനെക്കൊണ്ട് തവീനെ കൊണ്ട് എടുക്കാനോ അല്ലെങ്കിൽ വലിയ ദോശ ആക്കാനോ ഇച്ചിരി പാടാണ്. ദോശക്കല്ലിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആക്കാമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ദോശക്കല്ലും കൂടി ഉള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ടെടുത്തത്. ഇങ്ങനെ നല്ല ഇത്രയും മസാല ദോശ നോക്കാൻ പറ്റില്ല, പക്ഷെ എന്നാൽ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു മസാല ദോശയൊക്കെ ഇതിലാക്കാൻ പറ്റും, പ്ലെയിൻ ദോശയെല്ലാം. അപ്പം ഒരു ദോശക്കല്ല്. അത്യാവശ്യം എല്ലാവരെയും ദോശയെല്ലാം മസാല ദോശയാണ് ഇച്ചിരി കൂടെ വലുത് വേണം. എന്നാലും നോർമൽ എല്ലാവരും ആക്കുന്ന ദോശയെല്ലാം ഇതിനെയും കാട്ടി ചെറിയ വലിപ്പേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ വലിപ്പാക്കണം. എന്നാലും ഇത് ഓക്കെ ആണ്. ഇത് എല്ലാവർക്കും വാങ്ങാം കേട്ടോ. 2 പേര് നിൽക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും വാങ്ങാം. ഞാൻ ഷുവറായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഇത് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കുന്നതിന് മുന്നേ എനിക്കിതിൻ്റെ എന്താ തൊടുമ്പോഴും നമ്മൾ കാണുമ്പോഴും ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അടിപൊളിയാണ് സംഭവം. അപ്പം ഇതാ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഈ ഒരു പെട്ടിയിൽ വന്നിരിക്കുന്നത് കേട്ടോ. പെട്ടിയിൽ മറ്റേ പൊട്ടിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇങ്ങനെയല്ല ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഇങ്ങനെ ഇത് ചുരുട്ടിയിട്ട് അടിപൊളി. ഇത് പൊട്ടിക്കുന്നത് ഭയങ്കര ഒരു മനസ്സിൻ്റെ ഒരു ഇതാണ്. പണ്ട് ഞാനും അമ്മയെല്ലാം അടികൂടി വരും ഇത് പൊട്ടിക്കാൻ. അത് കഷ്ടം പറഞ്ഞിട്ട് അമ്മക്ക് കൊടുക്കും, എല്ലാവരും കൊടുക്കും പൊട്ടിച്ചോന്ന് പറഞ്ഞിട്ട്. വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഇത് പൊട്ടിച്ച് കളിക്കാൻ തന്നെ അടിപൊളിയാണ്. ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് പിന്നെ പൊട്ടിക്കാം. അപ്പം നമ്മുടെ പാത്രം നിങ്ങൾ ഇത്രയായിട്ട് ഈ പെട്ടിയിൽ ഇത്രയും പാത്രങ്ങളാട്ടോ വന്നത്. ഇത് ഈ ഒരു പാന്, ഈ ഒരു കടുക് വറുക്കുന്നത്, ഈ ഒരു സോസ്, ഒരു ചീനച്ചട്ടി. ഇത്രയും പാത്രങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മൂടിയുള്ളൂ കേട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. എല്ലാത്തിനും മൂടി കൊള്ളും. ഇതാ കറക്റ്റ്, പെർഫെക്റ്റ്. വാവ്, ബ്യൂട്ടിഫുൾ. അനങ്ങുന്നില്ല, കറക്റ്റാണ് മൂടി. ഇതാ കറക്റ്റ് മൂടിയാണ്. എല്ലാത്തിനും ഒരേ മൂടി അവർ സെറ്റ് ചെയ്തതാണ്. ദോശക്കും അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു മൂടി. പക്ഷെ ഈ സ്പൂണ് ഇതിന് മാത്രമേ ആവുള്ളൂ. ആണെങ്കിൽ ഇതിൽ ഇത്രേ ആവും. പക്ഷെ ഈ സ്പൂണ് ഇതിനും ചില സമയത്ത് ആവില്ല. ഇതിന് ഞാൻ വേറെ പാത്രം വാങ്ങേണ്ടി വരും. അവർക്ക് ഇച്ചിരി ചെറിയ സ്പൂണൊക്കെ വെച്ചുകൂടായിരുന്നാ. എന്നാലും കറിയൊക്കെ ഇങ്ങനെ കോരിയിടാൻ ഇത് മതി, കുഴപ്പമില്ല. സ്പൂൺ എനിക്ക് ലക്കായിട്ടാണ് കേട്ടോ. ഓരോ ആൾക്ക് ലക്കായിട്ടാണ് കിട്ടുന്നത്. സ്പൂണിൻ്റെ കാര്യത്തിൽ എനിക്കൊരു അതിൽ മാത്രം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പക്ഷെ സ്പൂണിൻ്റെ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ടും വൃത്തിക്കൊഴിക്കുക, ഇങ്ങോട്ടും വൃത്തി, 2 സ്ഥലത്തും നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒഴിക്കുക. പുറത്തേക്കൊന്നും മഴയില്ല. ആ ഒരു ഇത് ക്വാളിറ്റി ഇതിൽ കാണുന്നുണ്ട്. എന്താ നമ്മളെ പാത്രങ്ങൾ ഇത്രയാണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും പാത്രങ്ങളിലെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിരിക്കുന്ന ലേശം ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ഓർഡർ ചെയ്യുന്ന പോലെ ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത് 1090 രൂപക്കാണ് വാങ്ങിയിരിക്കുന്നത്. 1080 രൂപയായിട്ടും 10 രൂപ എനിക്ക് നമ്മുടെ കോയിൻസ് ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ 10 രൂപ എനിക്ക് ലാഭമായിരുന്നു, കോയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 1080 രൂപയാണ് എനിക്കായിട്ടുണ്ടായത്. അതും റിപ്പബ്ലിക് സെയിലിൽ നിന്ന് വാങ്ങിയോണ്ട് മാത്രം. അപ്പം ഞാൻ 17 ഓർഡർ ചെയ്തത്. 17 ഓർഡർ ചെയ്തിട്ട് ഇന്ന് ജനുവരി 20 ആണ്.
ഇപ്പം 20-ന് കിട്ടി. 3 ദിവസം കൊണ്ട് നമുക്ക് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിജിയൺ ഫേവറേറ്റ് ഗിഫ്റ്റ് നോൺ സ്റ്റിക്ക് കോട്ടഡ് കുക്ക്വെയർ സെറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അലൂമിനിയത്തിൻ്റെ ആണ്, 7 പീസാണ്. അലൂമിനിയം ആണ്. എന്നിട്ട് ഇതിൽ നമ്മൾ കോട്ടിങ് കൊടുത്തതാണ്, നമ്മൾ നോൺ സ്റ്റിക്ക് കോട്ടിങ് ഇല്ലേ അത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പേര്. പിജിയൺ ആണ് ബ്രാൻഡ് വന്നിട്ട്. നോൺ സ്റ്റിക്ക് കോട്ടഡ് കുക്ക്വെയർ സെറ്റ് 7 എണ്ണം. 1 2 3 4 5 6 7 മൂടിയും സ്പൂണും കൂടെ കൂട്ടിയിട്ടാട്ടോ 7 പീസ് എന്ന് പറയുന്നത്. നമ്മുടെ പാത്രങ്ങൾ മാത്രമാകുമ്പോൾ 5 പീസേ ഉള്ളൂ. മൂടിയും ഈ സ്പൂണും കൂടെ കൂട്ടിയിട്ടാണ് അവർ 7 പീസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് കളേഴ്സൊക്കെ വരുന്നുണ്ട്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ റെഡാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, റെഡ് കളറാണ്. അതിനാണ് കുറച്ച് വില കുറവ്. ഓരോ കളർ അനുസരിച്ചും വിലക്ക് ഡിഫറെൻറ്റ് ഇത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇപ്പോഴത്തെ ഇന്ന് റേറ്റ് നോക്കുമ്പോൾ കാണുന്നത് 1348 രൂപ കേട്ടോ. ഇതിനിപ്പോൾ റേറ്റ് കാണിക്കുന്നത് 1348. ഞാൻ 1080 രൂപക്ക് വാങ്ങിയതായിരുന്നു ഓഫറിൽ. അപ്പം 300 രൂപ, 200 രൂപ പിന്നെയും കൂടിയിട്ടേ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഡീറ്റെയിൽസ് മുഴുവൻ. ലിങ്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ലിങ്കിന് വേണ്ടി മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് അടിപൊളി വ്ളോഗായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ കുറച്ച് സാധനങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇത്രയും അടിപൊളിയായ സാധനം. ഈ പെട്ടി കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും സാധനം ഈ പെട്ടിയിൽ കൊണ്ടു. അപ്പം സംഭവം ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതും കൂടെ ഞാൻ അറേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ സെറ്റ് മുഴുവൻ ഇങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. ഈ പെട്ടിനൊക്കെ ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു പെട്ടി വന്നപ്പോൾ ഇത് മുഴുവൻ ഉണ്ടോ എന്നൊക്കെ. പിന്നെ മനസ്സിലായി, കണ്ടപ്പോൾ എല്ലാം തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വഴിയേ വരും ഞാൻ എല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം വ്ളോഗിന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഇനി ത്രൂ ഔട്ട് എൻ്റെ ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ കാണുന്നതായിരിക്കും. നമ്മൾ പിന്നെ ലീവ് ദിവസം ബാക്കിയുള്ളിടത്തും ഇവിടെ എറണാകുളം ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോകുന്നതായിരിക്കും. എപ്പോഴും എൻ്റെ കുക്കിംഗ് മാത്രം കണ്ട് മടുക്കണ്ട. പക്ഷേ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ എന്തായിട്ടും കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതുവരെയും ഇറ്റ്സ് സ്റ്റിൽ ആൻഡ് ബൈ ഫ്രം ആതിര. ബൈ ബൈ.